ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ സംവിധായകൻ തന്റെ കൈവശമുള്ള എല്ലാ ചീട്ടുകളും തുറന്നിട്ടാൽ പിന്നെ ആ സിനിമയിൽ എന്താണ് പ്രതീക്ഷിക്കാൻ വകയുള്ളത്? ഒരു സീരിയൽ കില്ലറെ തേടിയുള്ള പോലീസ് നടപടിക്രമങ്ങളിലൂടെ നീങ്ങുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിൽ ആരാണ് കുറ്റവാളി എന്ന് പ്രേക്ഷകർക്ക് ഒരിക്കലും ചിന്തിക്കേണ്ടി വരുന്നില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമേയുള്ളൂ അറിയാത്തത്. അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതുപോലെ കുപ്രസിദ്ധ സീരിയൽ കില്ലർ സൈനൈഡ് മോഹന്റെ ജീവിതത്തിൽ നിന്നാണ് ചിത്രം പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. നവാഗത സംവിധായകൻ ജിതിൻ കെ ജോസ് ഈ പ്രമേയത്തെ ആവേശത്തെക്കാൾ ഉപരി അന്തരീക്ഷ സൃഷ്ടിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ലോ ബേൺ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും തമ്മിലുള്ള നിശബ്ദമായ മാനസികമായ ഉരസിലകളിലാണ് സിനിമയുടെ പ്രധാന ആകർഷണം. ഒരാൾ കൊലപാതകം ഒരു ആചാരം പോലെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റേയാൾ എക്കാലവും തന്റെ കൈകളിൽ നിന്ന് വഴുതി മാറുന്ന ഇരയെ പിടികൂടാനുള്ള അടങ്ങാത്ത വാശിയിലാണ്. എലിയും മൂങ്ങയും എന്ന അവരുടെ ഐഡന്റിറ്റികൾ തന്നെ ഇരുവരും സഞ്ചരിക്കുന്ന നിഴലുകൾ വീണ ധാർമ്മികമായ വ്യക്തതയില്ലാത്ത വഴികളിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി ട്വിസ്റ്റുകൾ നൽകുക എന്നതല്ല സിനിമയുടെ ലക്ഷ്യമെങ്കിൽ സർപ്രൈസുകൾ എല്ലാം ഒറ്റയടിക്ക് വെളിപ്പെടുത്തുന്നത് അത്തരമൊരു അമിത പ്രതീക്ഷകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു വിദ്യയാണ്. അതിനുവേണ്ടി കളങ്കാവലിന്റെ മധ്യഭാഗത്ത് ഒരു രസകരമായ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു സാധ്യതകളുടെ ലോകം തന്നെ തുറക്കുന്നു. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് സിനിമയെ നടത്തുന്ന പ്രധാന മാറ്റവും ഇതാണ്. ക്രൂരനായ കൊലയാളിയുടെയും അവനെ തേടുന്ന കൂർമ്മ ബുദ്ധിയുള്ള പോലീസ് ഓഫീസറുടെയും ചിന്താ ലോകങ്ങൾക്ക് കളങ്കാവൽ തുല്യ പ്രാധാന്യം നൽകുന്നു. നീണ്ട നിശബ്ദകളും ഇടയ്ക്കിടെയുള്ള പശ്ചാത്തല സംഗീതവും വികാരങ്ങൾ കലരാത്ത ആഖ്യാന ശൈലിയും പ്രേക്ഷകരെ വൈകാരികമായി അടുപ്പിക്കുന്നതിന് പകരം ഉത്തരങ്ങൾ തേടുന്ന ഒരു കാഴ്ചക്കാരാക്കി മാത്രം മാറ്റുന്നു. അടുത്ത സൂചന തേടി ഒരു ക്രൈം നോവലിന്റെ താളുകൾ മറിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ഇത് നൽകുന്നത്. ഈ കഥാപാത്രത്തിന്റെ സൈക്കോപാത്തി സ്വഭാവം നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഹോട്ടൽ മുറിയിലെ വളരെ കരുതലോടെ എഴുതിയ ഒരു രംഗത്തിലാണ്. ഒരു സാധാരണ വാർത്തയെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ തുടങ്ങി ഓരോ വരിയിലും ടെൻഷൻ നിറച്ച് ഒടുവിൽ സംഭവിക്കേണ്ടതിലേക്ക് അത് എത്തിച്ചേരുന്നു. മറ്റൊരു സീനിൽ ഇരകളുടെ എണ്ണവും കൊലപാതക രീതിയും കാണിക്കാൻ ഒരേ സീനിന്റെ അടുത്ത ഘട്ടത്തിൽ മറ്റൊരു നടിയെ ഉപയോഗിച്ചിരിക്കുന്നു. ഇത്തരം ബുദ്ധിപരമായ നീക്കങ്ങൾ രണ്ടാം പകുതിയിൽ ചിലയിടത്തൊഴിച്ച് കാണാനില്ല. അവസാന ഭാഗങ്ങളിൽ മേക്കിങ്ങിനേക്കാളും എഴുത്തിനേക്കാളും മമ്മൂട്ടിയുടെയും വിനായകന്റെയും പ്രകടനത്തിലാണ് സിനിമയുടെ ആകാംക്ഷ നിലനിൽക്കുന്നത്. മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടും സിനിമയുടെ താളത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കളങ്കാവലിനെ അത് ലക്ഷ്യമിടുന്ന തരത്തിലേക്കുള്ള ഒരു മികച്ച ക്രൈം ഡ്രാമയാക്കി മാറ്റുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. ചുരുക്കത്തിൽ കഥ പറച്ചിലിൽ ഇടയ്ക്കിടെ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയും വിനായകനും അവരുടെ ശക്തമായ പ്രകടനത്തിലൂടെ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.